ഫിസിക്സിലെ അടുത്തൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 4ൽ 6 മാർക്കിന്റെ ഒരു ചാപ്റ്ററാണ്. ഈ 6 മാർക്കിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മോട്ടോർ പ്രിൻസിപ്പിളിന് ശേഷം മോട്ടോർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് 5 ഡിവൈസസ് ചോദിക്കും. ഈ 5 ഡിവൈസിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിളാണ്. ഏതൊക്കെയാണ് 5 ഡിവൈസസ് എന്ന് വെച്ചാൽ, ഒന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, മറ്റൊന്ന് ഇലക്ട്രിക് മോട്ടോർ. ഈ 2 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഈ 3 എണ്ണം കൂടി വരുന്നുണ്ട്. അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ വരുന്നുണ്ട്, വൈദ്യുത മോട്ടോർ വരുന്നുണ്ട്, ഫാന്, മിക്സി, ഗ്രൈൻഡർ. ഈ 5 എണ്ണത്തിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഈ 5 ഡിവൈസും പഠിക്കാം. അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അഥവാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും ഇലക്ട്രിക് മോട്ടോറുമാണ്, വൈദ്യുത മോട്ടോറാണ്. ഇതിന്റെ രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഈ 2 എണ്ണത്തിലും ഒരു 5 പോയിന്റ് പഠിക്കാനുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഫ്ലമ്മിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കും ലെഫ്റ്റ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്താണ്ട്, ഫ്ലമ്മിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്താണ്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതിനുശേഷം ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് സോളിനോയിഡ് ആണ്. സോളിനോയിഡും അതേപോലെ തന്നെ ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ്, സോളിനോയിഡിന്റെ പൊളാരിറ്റി ഐഡന്റിഫൈ ചെയ്യാന്, അതേപോലെ തന്നെ സോളിനോയിഡ് ഇലക്ട്രോ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നീട് ഈ ചാപ്റ്ററിൽ സോളിനോയിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് മാക്സ്വെല്ലാണ് റൈറ്റ് ഹാൻഡ് റൂൾ തമ്പ് റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിക്കണം. അതിനുശേഷം ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അഥവാ നേർരേഖാചാലകത്തിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ, സർക്കുലാർ കണ്ടക്ടറിന്റെ കാന്തിക മണ്ഡലം കണ്ടെത്തുന്ന കേസും കൂടി ഉണ്ട്. അതിന്റെ ഒരു പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാണ് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്തരത്തിലൊരു 6ഓളം പോയിന്റുകൾ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ മാർക്ക് പോകില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ 5 പോയിന്റ് അല്ലെങ്കിൽ 5-6 പോയിന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് അതിൽ നിന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ചോദിക്കുന്ന ഓരോ പോയിന്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്സ്. ഈ മെയിൻ പോയിന്റ്സ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്ററിന്റെ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.